ആരോഗ്യം അമൂല്യം. ഇന്ന് ലോക ആസ്മ ദിനം. എങ്ങനെ ഫലപ്രദമായി ആസ്മ നിയന്ത്രിക്കാം? സംസാരിക്കുന്നു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസും സീനിയർ കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റുമായ ഡോക്ടർ സി രവീന്ദ്രൻ. ആസ്മ വളരെയധികം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ്. ഏകദേശം ലോകമെമ്പാടും 260 ദശലക്ഷം ആൾക്കാർ ആസ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൂടാതെ 4.5 ലക്ഷം ആൾക്കാർ ഓരോ വർഷവും ആസ്മയായി മരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവികസിത രാജ്യങ്ങളിൽ ഈ മരണനിരക്ക് വളരെ കൂടുതലാണെന്ന് കണ്ടെത്തിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന് പ്രധാന കാരണം ആസ്മ ചികിത്സയെക്കുറിച്ചുള്ള അറിവില്ലായ്മയും മിഥ്യാധാരണകളുമാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മരുന്ന് ആസ്മ കൺട്രോൾ ചെയ്യാനുള്ള ഇൻഹേലർ തെറാപ്പിയാണ്. ഈ വർഷത്തെ ആസ്മ ദിനത്തോടനുബന്ധിച്ച് WHO പറയുന്നത് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഇൻഹേലർ തെറാപ്പി ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ്. അതിനർത്ഥം ഈ രോഗം ചികിത്സിക്കാൻ ഇൻഹേലർ ആണ് ഏറ്റവും നല്ലതെന്നാണ്. പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് ചില മിഥ്യാധാരണകളുണ്ട്. ഒന്ന്, ഇൻഹേലർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ള പേടി. രണ്ടാമത്, ഇൻഹേലറിൽ സ്റ്റീറോയിഡ് മരുന്ന് അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ള പേടി. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഇൻഹേലറിന്റെ ഉപയോഗം പൊതുവെ ജനങ്ങൾക്കിടയിൽ കുറവാണ്. അതുകൂടാതെ നമ്മളൊരു ഇൻഹേലർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറച്ച് ദിവസം ആ ഇൻഹേലർ ഉപയോഗിക്കുകയും രോഗത്തിന് അല്പം ശമനം കിട്ടുമ്പോൾ അത് നിർത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും നമ്മൾ കാണുന്നു. ആസ്മയിൽ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആസ്മ പൂർണ്ണമായി മാറ്റാൻ പറ്റാത്ത ഒരു രോഗമാണ്. അതേസമയം ശരിയായ ചികിത്സ കൊണ്ട് ആസ്മ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. നിയന്ത്രിച്ച് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മയുടെ രോഗലക്ഷണം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് രോഗിയെ എത്തിക്കുക എന്നുള്ളതാണ്. മാറുന്നതിന് തുല്യമാണ്. മാറുന്നു എന്ന് പറയാതിരിക്കാൻ കാരണം ആസ്മ പ്രത്യേകിച്ചും അലർജി കൊണ്ടുണ്ടാവുന്ന ഒരു രോഗമാണ്. നമ്മുടെ ചുറ്റും നമുക്ക് പറ്റാത്ത ഏതെങ്കിലും ഒരു അലർജി വസ്തു ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ കടക്കുമ്പോൾ നമുക്ക് ആസ്മ അല്ലെങ്കിൽ മറ്റ് അലർജി രോഗങ്ങൾ ഉണ്ടാവും. അത് എപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള അലർജി വസ്തുക്കളിൽ ഇത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ നമ്മൾ മരുന്ന് കൊണ്ട് രോഗം നിയന്ത്രിച്ച് നിർത്തുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. എന്നാലും പലപ്പോഴും ഒക്കെ രോഗം വരില്ല എന്ന് പറയുന്നില്ല. പക്ഷെ മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്ക് രോഗം വരുമ്പം അതിന്റെ ശക്തി കുറവായിരിക്കും. ഈ കാര്യം അറിഞ്ഞാൽ തന്നെ പകുതി ചികിത്സ എളുപ്പമാണ്. രണ്ടാമത്, ശരിയായ ചികിത്സാ രീതി അറിയുക, രോഗി ശരിയായ ചികിത്സാ രീതി അനുസരിക്കുക. ഈ 2 കാര്യങ്ങൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ആവശ്യമാണ്. ഒരിക്കലും നമ്മൾ ഇൻഹേലർ തെറാപ്പി ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കണമെന്ന് നമ്മൾ ഒരു രോഗിയോടും പറയാറില്ല. ആസ്മ ചികിത്സയുടെ പ്രധാന ഘടകം തന്നെ ആസ്മ നിയന്ത്രിച്ച് നിർത്തി ഒരു പരിധി വരെ നിയന്ത്രണം കിട്ടിക്കഴിഞ്ഞാൽ രോഗിക്ക് മരുന്ന് കുറച്ചു കൊണ്ടുവരിക, ക്രമേണ ഈ മരുന്ന് തന്നെ നമ്മൾ നിർത്തി കൊടുക്കുക. ഇങ്ങനെ എത്രയോ രോഗികൾക്ക് നമ്മൾ അങ്ങനെ ചികിത്സിക്കുകയും മരുന്ന് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ശരിയായ ചികിത്സ തുടരുന്ന വ്യക്തിക്ക് മരുന്ന് എപ്പോഴെങ്കിലും നിർത്താൻ പറ്റും. പക്ഷെ നമുക്ക് ഇന്നോ നാളെയോ നിർത്താൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. അപ്പൊ രോഗി എപ്പോഴും ഡോക്ടർ പറയുന്നതിനനുസരിച്ച് മരുന്ന് ഉപയോഗിക്കുകയും ഓരോ പ്രാവശ്യം ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ട നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുകയും മരുന്നിന്റെ അളവ് കുറക്കാനുള്ള ശ്രമം നടത്തുകയും വേണം. ഇതൊക്കെ ഡോക്ടർമാർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ആസ്മ ദിനത്തോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, നമ്മുടെ ചുറ്റുമുള്ള പൊടികളും പുകയും കുറക്കുക എന്നുള്ള. ഒരു രോഗിയും പുകയും പൊടിയും ഉള്ള അന്തരീക്ഷത്തിൽ ജോലി ചെയ്യരുത് അല്ലെങ്കിൽ യാത്ര ചെയ്യരുത്. അപ്പോഴേ അവർക്ക് രോഗം കൂടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്, ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് അവർ പറയുന്നതിനനുസരിച്ച് മരുന്നുകൾ അതേ അളവിൽ കഴിക്കുകയും ഓരോ പ്രാവശ്യം ഡോക്ടറെ കാണുമ്പോൾ അവർ പറയുന്നതിനനുസരിച്ച് മരുന്ന് കുറയ്ക്കുകയും ചെയ്യണം. അല്ലാതെ സ്വന്തമായി മരുന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പാടില്ല. എങ്ങനെ ഫലപ്രദമായി ആസ്മ നിയന്ത്രിക്കാം? ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സി രവീന്ദ്രൻ.